തിരുവനന്തപുരം നഗരത്തിൽ 19-കാരനെ കുത്തിക്കൊലപ്പെടുത്തി. രാജാജി നഗർ സ്വദേശി അലനാണ് കൊല്ലപ്പെട്ടത്. സ്കൂളിൽ നടന്ന ഫുട്ബോൾ മത്സരത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തർക്കവും സംഘർഷവും പുറത്തേക്കും വ്യാപിക്കുകയായിരുന്നു. ജഗതിയിലെയും രാജാജി നഗറിലെയും വിദ്യാർത്ഥികളാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. തുടർന്ന് ഇരുപക്ഷത്തു നിന്നുമുള്ള കൂടുതൽ പേർ സംഭവത്തിൽ ഇടപെടുകയായിരുന്നു. ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലി. തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു രാജാജി നഗർ സ്വദേശി അലന് കുത്തേറ്റത്. കൊല്ലപ്പെട്ട അലന്റെ ദേഹത്ത് ഒരു മുറിവ് മാത്രമാണുള്ളത്. ഹൃദയഭാഗത്തെ ആഴത്തിലുള്ള മുറിവേറ്റാണ് മരണം. കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചനയുണ്ട്. കാപ്പ കേസിലെ പ്രതി സന്ദീപാണ് കസ്റ്റഡിയിലെന്നാണ് സൂചന. തർക്കത്തിൽ അലൻ മധ്യസ്ഥതയ്ക്ക് എത്തിയതായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംഘർഷത്തിൽ 30-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. സ്കൂൾ യൂണിഫോം ധരിച്ചവരായിരുന്നു കൂടുതലെന്നും ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കോഴിക്കോട് കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടി. കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിലില്ല. വിനുവിന്റെ പേര് നീക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ആരോപിച്ചു. നീതി കിട്ടാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് VM വിനു പ്രതികരിച്ചു. പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴാണ് കല്ലായി ഡിവിഷനിൽ നിന്നുള്ള UDFന്റെ മേയർ സ്ഥാനാർത്ഥി സംവിധായകൻ VM വിനുവിന്റെ പേര് പട്ടികയിലില്ലെന്ന് വ്യക്തമായത്. കഴിഞ്ഞ 18 വർഷമായി മലാപ്പറമ്പ് വാർഡിലെ സ്ഥിര താമസക്കാരനാണ് VM വിനു. വിനുവിന്റെ പേര് നീക്കിയതിനു പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ആരോപിച്ചു. ഇതൊരു കോൺസ്പിറൻസി തന്നെയാണ്. അതായത് ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തുടക്കം മുതൽ പറഞ്ഞു വരുന്ന വോട്ടർ പട്ടികയിലെ കൃത്രിമത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ് ഈ സംഭവം. ഇതിപ്പോ ഞങ്ങൾ ഇന്നതാ നാളെ ത്വരിതഗതിയിൽ പരിശോധിക്കാൻ പോവാ. ഞങ്ങൾ കുറെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നേതാക്കളുണ്ട്. ഇത്രയും ജനാധിപത്യ ശക്തമായ ഒരു രാജ്യത്ത് 18 വയസ്സുകാരുടെ വോട്ടൊരു കാരണമില്ലാതെ തള്ളു എന്ന് സ്വപ്നത്തിൽ കരുതാൻ സാധിക്കുമോ? ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് തന്റെ അവകാശമാണ് ഹനിക്കപ്പെട്ടതെന്നും വോട്ട് പുനഃസ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും VM വിനു പ്രതികരിച്ചു. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിക്കും ലക്ഷക്കണക്കിന് ബീഹാറിലെ ജനങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയവരുടെ വിഷമം എന്തായിരിക്കും? ഇതൊരു ജനാധിപത്യ രാജ്യമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വോട്ട് നിഷേധം എന്ന് പറയുന്ന ജനാധിപത്യത്തിന് നേർക്കുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ അത്രയും വർഷമായിട്ട് വോട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും എനിക്ക് വോട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇവിടുത്തെ പൗരനാണ്. എൻ്റെ അവകാശമാണിത്. സംഭവത്തിൽ നാളെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് നീക്കം. നേതാക്കളുടെയും അനുഭാവികളുടെയും വോട്ട് നീക്കപ്പെട്ടിട്ടുണ്ടോ എന്ന വ്യാപക പരിശോധനയും നാളെ മുതൽ നടക്കും. 24 കോഴിക്കോട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയത് നീതികേടെന്ന് ഹൈക്കോടതി. വൈഷ്ണവ് സുരേഷ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. സാങ്കേതികത്വത്തിന്റെ പേരിൽ വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടരുതെന്ന് കോടതി വ്യക്തമാക്കി. 24-കാരി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് കോടതിയുടെ ആദ്യ ചോദ്യം. വെറും രാഷ്ട്രീയം കളിക്കരുത്. മറ്റെല്ലാ രേഖകളിൽ വൈഷ്ണയുടെ വിലാസം ഒന്നാണ്. കേവലം സാങ്കേതികത്വം പറഞ്ഞ് സ്ഥാനാർത്ഥിത്വം നിരസിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി പറഞ്ഞു. 19-ാം തീയതിക്ക് മുമ്പ് വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്നും കോടതി നിരീക്ഷണത്തിൽ വൈഷ്ണയുടെ പ്രതികരണം ഇങ്ങനെ: അനുകൂലമായിട്ടൊരു വിധി വരും തന്നെയാണ് പ്രതീക്ഷ. കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട്. വൈഷ്ണയുടെ വോട്ട് വെട്ടിയതിന് പിന്നിൽ CPIM-ന് പങ്കില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് MLA. മുട്ടടയിലെ വോട്ട് ഇല്ലാതായതുമായി ബന്ധപ്പെട്ട് CPIM-ന് ഒരു പങ്കും അക്കാര്യത്തിൽ ഇല്ല. ഇവർ പറയുന്ന വീട് ഇവരുടെ സ്വന്തമായ വീടല്ല. ആ വീട്ടിന്റെ ഉടമസ്ഥൻ ഇന്ത്യക്ക് പുറത്താണ്. മുട്ടട ഞങ്ങളുടെ സിറ്റിംഗ് വാർഡാണ്. കേസിൽ പരാതിക്കാരനെ കക്ഷി ചേർത്തിട്ടുണ്ട്. വൈഷ്ണയുടെ ഹർജി 20-ാം തീയതി വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന്റെ പേരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മഹിളാ മോർച്ച നേതാവിന് സീറ്റ് നൽകി BJP. പനങ്ങോട്ടെ വാർഡിൽ ശാലിനി സനിൽ തന്നെ മത്സരിക്കും. അതേസമയം തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ RSS പ്രവർത്തകൻ ആനന്ദ് K തമ്പിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള BJP RSS നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുമെന്ന ആശങ്കയിലും പ്രാദേശിക RSS നേതാക്കൾ മോശമായി ചിത്രീകരിച്ചതിന്റെ മനോവിഷമത്തിലും കഴിഞ്ഞ ദിവസമാണ് മഹിളാ മോർച്ച നേതാവ് ശാലിനി സനിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. വാർഡിൽ ശാലിനിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നുവെന്ന സൂചനകളുണ്ടായിരുന്നു. സംഭവം വിവാദമായതോടെ
കൂടിയാലോചനകൾക്ക് ശേഷം പനങ്ങോട്ടേല വാർഡിൽ ശാലിനിയെ BJP സ്ഥാനാർത്ഥിയാക്കി. അതറിഞ്ഞത് സന്തോഷമുണ്ട്. എന്നെ അറിയുന്ന എൻ്റെ പാർട്ടി പ്രവർത്തകരും എന്നെ അറിയുന്ന എൻ്റെ സംഘ സുഹൃത്തുക്കളും എന്നോടൊപ്പം കാണുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. അതേസമയം സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് ജീവനൊടുക്കിയ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള RSS BJP നേതാക്കളെ ചോദ്യം ചെയ്തേക്കും. മന്ത്രി വി ശിവൻകുട്ടിയും CPIM നേതാക്കളും ഇന്ന് ആനന്ദിന്റെ വീട്ടിലെത്തി. 24 തിരുവനന്തപുരം. കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിനെ CPIM ബൂത്ത് ലെവൽ ഏജന്റ് ഭീഷണിപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. കോൺഗ്രസ് BLAയെ SIR ഫോം വിതരണം ചെയ്യാൻ വീടുകളിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് ഫോൺ റെക്കോർഡിൽ ഉള്ളത്. അനീഷിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ CPIMന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ആരോട് പറയുന്നത്? അതെ, അല്ല അത് ശരിയല്ലല്ലോ. ഞാൻ BLA, നിങ്ങൾ BLO അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ പോകുമ്പോ എന്നെ വിളിക്കട്ടെ, നിങ്ങൾ ഇടമല്ലേ? അല്ല അത് ശരിയല്ലല്ലോ. ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജും കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണിത്. അനീഷും വൈശാഖും CPMന്റെ BLAയും ചേർന്നാണ് വീടുകളിൽ SIRന്റെ ഫോം നൽകാൻ പോയിരുന്നത്. എന്നാൽ പിന്നീട് വൈശാഖിനോട് തന്റെ ഒപ്പം വരേണ്ട എന്ന് അനീഷ് പറഞ്ഞു. ഇതിന് കാരണം തിരക്കിയപ്പോഴാണ് CPM BLA റഫീഖ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് അനീഷ് പറയുന്നത്. വൈശാഖിനോട് കളക്ടർക്ക് പരാതി നൽകാൻ അനീഷ് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ താൻ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്ന് വൈശാഖ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അനീഷിന്റെ ആത്മഹത്യയിൽ CPMന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പയ്യന്നൂരിൽ നടന്ന BLOയുടെ ആത്മഹത്യ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം. കാരണം അതിൽ CPM പ്രവർത്തകരുടെ പങ്ക് കൂടി ഉണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത്. ഇലക്ഷൻ കമ്മീഷൻ കുറെ കൂടെ ഗൗരവമായി ഈ വിഷയത്തെ പഠിക്കണം. എന്നാൽ കോൺഗ്രസിന്റേത് അസംബന്ധ പ്രചാരണമാണെന്നും അനീഷിന്റെ മരണത്തിന് ഉത്തരവാദിയായ BJPയെ ന്യായീകരിക്കുകയാണ് VD സതീശനെന്നും CPM നേതാക്കൾ പ്രതികരിച്ചു. ഈ അസംബന്ധം പറയുന്നതിന് ഒരു അതിരില്ലല്ലോ, അതാണ് ഇതിനുള്ള മറുപടി. അനീഷിന്റെ കുടുംബത്തിന് നിലവിൽ പരാതിയില്ല. ഓഡിയോ സന്ദേശം പുറത്തു വന്നതോടെ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുകയാണ്. 24 കണ്ണൂർ. അനീഷ് ജോർജ് ജീവനൊടുക്കിയതിന് പിന്നാലെ SIR ജോലി സമ്മർദ്ദം വെളിപ്പെടുത്തി BLOമാർ രംഗത്ത്. ജോലി സമ്മർദ്ദത്തിന് തെളിവായി ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസും പുറത്തുവിട്ടു. അനീഷ് ജോർജിന്റെ മരണവും BLOമാരുടെ ജോലി സമ്മർദ്ദവും ഉയർത്തി ഇന്ന് ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ നടത്തി. ഒന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇല്ല. ഞങ്ങൾ പെൺകുട്ടികളെ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് ഫിനോമിനയുണ്ട്. ഇതൊന്നും അഡ്രസ് ചെയ്യപ്പെടാതെ നിങ്ങൾ പറയുന്ന പണി മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ 2 ജോലിയും കൂടെ ചെയ്ത് ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. നേരിടുന്ന ജോലി സമ്മർദ്ദം പലവിധമെന്ന് ഇങ്ങനെ BLO ജോലിക്കായി നിയമിക്കപ്പെട്ടവർ വെളിപ്പെടുത്തുകയാണ്. SIR എന്യൂമറേഷൻ ഫോം വിതരണം കൃത്യമായി നടപ്പാക്കില്ലെന്നാരോപിച്ച് പലയിടത്തും BLOമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും ലഭിച്ചു. ടാർഗറ്റ് നിശ്ചയിച്ച് മേലുദ്യോഗസ്ഥരുടെ ഭീഷണി വേറെ. LR മീറ്റിംഗിന് വന്നതിന് ശേഷം BLO സൂപ്പർവൈസർമാർ യാതൊരു കാരണവശാലും വില്ലേജ് ഓഫീസിലും BLOമാരുടെ അടുത്തും അല്ലാതെ വീട്ടിൽ പോകാൻ പാടില്ല. മറ്റൊരു കാര്യങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് അനുവദിക്കുന്നതല്ല. 200-ൽ കുറഞ്ഞ എന്യൂമറേഷൻ ഫോം ഡിസ്ട്രിബ്യൂഷൻ ഒരു BLOയ്ക്കും അനുവദിക്കുന്നതല്ല. അല്ലാത്ത പക്ഷം നിങ്ങളുടെ DDO മുഖേന നമ്മൾ ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അനീഷ് ജോർജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീംകോടതിയെ സമീപിച്ചു. സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. 24 കണ്ണൂർ. വാർത്താമഴയിലേക്ക് വീണ്ടും. വൈറ്റ് കോളർ ഭീകര സംഘം ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി കണ്ടെത്തൽ. കശ്മീരിൽ ഒരാളെ NIA അറസ്റ്റ് ചെയ്തു. ബോംബിന് വൈറ്റ് കോളർ സംഘം ബിരിയാണി എന്ന കോഡാണ് ഉപയോഗിച്ചിരുന്നത്. കുറ്റവാളികൾ ഏത് പാതാളത്തിൽ ഒളിച്ചാലും പിടികൂടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. അതിനിടെ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി.
വൈറ്റ് കോളർ ഭീകര സംഘത്തിന് ബോംബ് നിർമ്മിക്കാൻ സാങ്കേതിക സഹായം നൽകിയ ജമ്മു കശ്മീർ സ്വദേശി ഡാനിഷ് എന്ന ജാസിർ ബിലാൽ വാനിയെയാണ് NIA അറസ്റ്റ് ചെയ്തത്. കേസിൽ NIA നടത്തുന്ന രണ്ടാമത്തെ അറസ്റ്റാണിത്. ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഭീകര സംഘം പദ്ധതി തയ്യാറാക്കിയതായി NIA കണ്ടെത്തി. NIA കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അമീർ റാഷിദ് അലിയെ ഡൽഹി പട്യാല ഹൌസ് കോടതി 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ചാവേർ ആക്രമണം ലക്ഷ്യം വെച്ചാണ് അമീർ റാഷിദ് സ്വന്തം പേരിൽ I-20 കാർ വാങ്ങിയത്. സ്ഫോടക വസ്തു നിർമ്മിക്കാനും ഉമറിനെ അമീർ സഹായിച്ചതായി NIA കണ്ടെത്തി. വൈറ്റ് കോളർ സംഘം ആശയവിനിമയത്തിന് ടെലിഗ്രാം ആപ്പാണ് ഉപയോഗിച്ചത്. കോഡ് ഭാഷയിലായിരുന്നു ആശയവിനിമയം. സ്ഫോടക വസ്തുവിന് ഉപയോഗിച്ച കോഡ് ബിരിയാണി എന്നും ആക്രമണ പദ്ധതിക്ക് നൽകിയ കോഡ് വിരുന്ന് എന്നർത്ഥമുള്ള ഹിന്ദി വാക്ക് ദാവത്ത് എന്നുമാണെന്നും NIAയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റവാളികൾ ഏത് പാതാളത്തിൽ ഒളിച്ചാലും കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UGCയും NACും ചൂണ്ടിക്കാണിച്ച തട്ടിപ്പുകളും ക്രമക്കേടുകളും സംബന്ധിച്ച അന്വേഷണത്തിനായി അൽഫലാവ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് വിളിച്ചുവരുത്തി. 24 ഡൽഹി. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. ഇത്തവണയും 2 ഉപമുഖ്യമന്ത്രിമാർ മന്ത്രിസഭയിലുണ്ടാകും. തേജസ്വി യാദവിനെ പ്രതിപക്ഷ നേതാവായി RJD നിയമസഭാ കക്ഷി യോഗം തീരുമാനിച്ചു. ബീഹാറിൽ 10ാം തവണയാണ് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ എത്തുന്നത്. പട്നയിലെ ഗാന്ധി മൈതാനത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. ഇത്തവണയും 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. BJPയിൽ നിന്ന് 16 പേരും JDUവിൽ നിന്ന് 14 പേരും മന്ത്രിസഭയിലേക്കെത്തും. LJPക്ക് 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകിയേക്കും. ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ചയ്ക്കും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ നൽകും. कितने मंत्री बन रहे हैं उसका नाम तो आ ही रहा है कि 35-36 मंत्री बनेंगे. उसमें 15-16 भाजपा के होंगे, 14-15 होंगे इनका JDU के, और 3 होंगे लोजपा के, और एक होंगे हिंदुस्तानी अवाम मोर्चा सेकुलर के और लोजपा. പട്നയിലെ തേജസ്വി യാദവിന്റെ വസതിയിൽ RJD നിയമസഭാ കക്ഷി നേതാക്കളുടെ യോഗം ചേർന്നു. ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി, മിസാ ഭാരതി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 4 മണിക്കൂർ നീണ്ട യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയവും ചർച്ചയായി. ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലെ ഭിന്നതകൾക്കിടെയായിരുന്നു യോഗം. തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ തേജ് പ്രതാപ് യാദവ് NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. RJD വിട്ട സഹോദരി രോഹിണി ആചാര്യയും തേജ് പ്രതാപ് യാദവ് തന്റെ പാർട്ടിയായ ജനശക്തി ജനതാളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 24 ഡൽഹി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. കീഴ്മാട് ഡിവിഷനിൽ വ്യവസായി മുക്താറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ജില്ലാ നേതാക്കൾ AICC KPCC നേതൃത്വത്തെ പരാതി അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പുനഃപരിശോധിക്കുമെന്ന് KPCC നേതൃത്വം അറിയിച്ചു. വ്യവസായി മുക്താറിനെ കീഴ്മാട് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കിയത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പണം വാങ്ങിയാണ് എന്നാണ് ആരോപണം. മണ്ഡലത്തിലെ മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തീരുമാനമെടുത്തുവെന്ന് ജില്ലയിലെ നേതാക്കൾ KPCC പ്രസിഡന്റിനെയും ദീപാദാസ് മുൻഷിയെയും അറിയിച്ചു. DCC പ്രസിഡന്റ് ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്നും പരാതി ഉയർന്നു. മാത്യു കുഴനാടനും അബ്ദുൾ മുത്തലിബും അടക്കമുള്ള നേതാക്കളാണ് നേതൃത്വത്തിനു മുന്നിൽ പരാതി ഉന്നയിച്ചത്. മുക്താറിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് DCC ജനറൽ സെക്രട്ടറി AICCക്ക് പരാതി നൽകി. അവരെന്നോട് അത്തരത്തിൽ ഒരു സാധ്യതയില്ല എന്ന് ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഞാൻ ഇതുമായി മുന്നോട്ട് പോവുകയില്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുന്നോട്ട് പോയി. ഇത്തരത്തിലുള്ള ഒരു ഏകാധിപത്യ പ്രവണത കണ്ടപ്പോൾ അത് നമുക്ക് വേദന തോന്നി. നമ്മളെല്ലാം വിളിച്ചിരുത്തി ചർച്ച ചെയ്താണ് പരിഹരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഉൾക്കൊള്ളുമായിരുന്നു. മുക്താറിനെ മാറ്റിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് വാഴക്കുളം പഞ്ചായത്തിലെ 24 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഭീഷണി. ഡിവിഷനിലെ പ്രാദേശിക നേതാക്കളും പരാതികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാൻ സാധിച്ചത് ഞങ്ങളൊക്കെ തഴയപ്പെട്ടുകൊണ്ട് ഒരു വ്യവസായി പുറമേ നിന്നും വെങ്ങോല പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ദയനീയമായി പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതിപ്പോൾ ഈ ഡിവിഷനിലേക്ക് വന്നിരുന്നത്. ഒരു ശക്തികളെ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ആരൊക്കെയാണോ അത് തിരുത്തിയേ തന്നെ മതിയാവൂ. കോൺഗ്രസിന് ഒരു തെറ്റ് പറ്റിയാൽ അത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ തിരുത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. വിഷയത്തിൽ പുനഃപരിശോധന നടത്താനാണ് KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശം. റാഫി കരീം, 24 കൊച്ചി.
തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പ്രത്യേക സങ്കേതമുണ്ടാക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. അതിദാരിദ്ര്യമില്ലാതാക്കുകയെന്ന നേട്ടം കൈവരിച്ചതിനു പിന്നാലെയാണ് കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന വാഗ്ദാനം LDF മുന്നോട്ട് വെക്കുന്നത്. അതിദരിദ്ര വിഭാഗത്തിന് മുകളിലുള്ള വിഭാഗമാണ് കേവല ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. അവരെ കണ്ടെത്തി മൈക്രോ പ്ലാനുകൾ വഴി ലക്ഷ്യം കൈവരിക്കുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവൃത്തി നിർവഹിച്ചിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ട് പട്ടികജാതി പട്ടികവർഗ ഉൾപ്പെടെയുള്ള ഏറ്റവും ദരിദ്ര ജനവിഭാഗങ്ങൾ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി, ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം വരുന്ന 5 വർഷക്കാലം കൊണ്ട് നമ്മൾ നേടും. തെരുവ് നായ്ക്കളെ തുറന്നുവിടാതെ സംരക്ഷിക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശത്തിന് ചുവടുപിടിച്ചുള്ള വാഗ്ദാനങ്ങളും LDFന്റെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ തെരുവ് നായ്ക്കളെ കൂട്ടമായി പാർപ്പിക്കാൻ സങ്കേതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വാഗ്ദാനം. 5 വർഷം കൊണ്ട് 20 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% സംസ്ഥാനത്തെ പോഷകാഹാര സംസ്ഥാനമാക്കും, വരുമാനദായകമായ പദ്ധതികൾക്ക് വേണ്ടി വായ്പയെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി തുടങ്ങിയ വാഗ്ദാനങ്ങളും LDFന്റെ പ്രകടന പത്രികയിലുണ്ട്. ലഹരിക്കെതിരായ പ്രചാരണം തദ്ദേശ സ്ഥാപനങ്ങളും ഏറ്റെടുക്കുമെന്നതാണ് പ്രകടന പത്രികയിലെ മറ്റൊരു ശ്രദ്ധേയമായ വാഗ്ദാനം. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവ് ശേഖരണം. ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ചത് പഴയ പാളികൾ തന്നെയാണോ? സ്വർണത്തിൽ എത്ര കുറവ് വന്നു എന്നീ കാര്യങ്ങളാണ് SIT പരിശോധിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനയാണ് ഇന്ന് സന്നിധാനത്ത് നടന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം ശ്രീകോവിലെത്തി. ശ്രീകോവിലിന്റെ 3 വശങ്ങളിലെ തൂണുകളിലെ സ്വർണ്ണപ്പാളികളാണ് ആദ്യം അഴിച്ചു പരിശോധിച്ചത്. തുടർന്ന് കട്ടിളയിലെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പത്തിലെ പീഠവും പരിശോധനയ്ക്കായി ശേഖരിച്ചു. സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും ഗുണനിലവാരവുമാണ് പരിശോധിക്കുന്നത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ അതേ സ്വർണ്ണപ്പാളി തന്നെയാണോ തിരിച്ചെത്തിച്ചത് എന്നതിലാണ് ശാസ്ത്രീയ പരിശോധന. ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകുമ്പോൾ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി അന്വേഷണ സംഘം അറിയിക്കും. അതേസമയം കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് കുരുക്ക് മുറുകുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ A. പത്മകുമാർ നിർബന്ധിച്ചെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ജീവനക്കാർ മൊഴി നൽകിയത്. കേസിലെ FIR ആവശ്യപ്പെട്ട ED നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 സന്നിധാനം. WRV ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം കൊച്ചി പാടിവട്ടത്ത് തുറന്നു. നടിയും മോഡലുമായ പാർവതി ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. WRV ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെയർമാൻ R. പ്രേംകുമാർ ഭദ്രദീപം കൊളുത്തി. WRV ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നത് വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് സ്വർണ്ണവിലയുടെ 20% മാത്രം നൽകി WRV ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വർണം വാങ്ങാം. അംഗങ്ങൾക്ക് സുതാര്യമായ രീതിയിൽ സ്വർണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് WRV ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആരംഭിച്ചതെന്ന് ചെയർമാൻ R. പ്രേംകുമാർ പറഞ്ഞു. WRV ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടർമാരായ ടൊസിൻ ടോം, ജോളി ആന്റണി, ജയകുമാർ K, ശ്രീകുമാർ TA തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.